കഴിഞ്ഞ ദിവസം നസ്രിയ ഒരു ഇൻസ്റ്റഗ്രാം പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിന് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ദിവ്യ ജോണി എന്നൊരു പെൺകുട്ടി ഈ ലോകത്തോട് വിട പറഞ്ഞു എന്നൊരു വാർത്തയും പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. ഈ രണ്ട് വാർത്തകളും വായിച്ച് പരിശോധിക്കുമ്പോൾ എനിക്ക് ചില കാര്യങ്ങൾ നിങ്ങളോട് പറയണമെന്ന് തോന്നി. എല്ലായ്പ്പോഴും നമ്മൾ കേൾക്കാറുള്ളതാണ്, നമ്മൾ കുറച്ചൊന്ന് സ്ട്രെസ്ഡ് ആവുമ്പോൾ, നമ്മൾക്ക് മൂവ് ഓൺ ചെയ്യാൻ പറ്റാതെ ആവുമ്പോൾ, നമ്മൾ ആ കാര്യം ഷെയർ ചെയ്യുമ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുകൾ പലപ്പോഴും നമ്മുടെ അടുത്ത് പറയുക, നിനക്കെന്താ ഭ്രാന്താണോ, നിനക്കെന്താ ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ പാടുണ്ടോ, ഇതൊക്കെ എല്ലാവർക്കും വരുന്നതല്ലേ, ഇതൊക്കെ എല്ലാവരും ചിന്തിക്കുന്ന കാര്യങ്ങളല്ലേ, അതിലെന്താ ഇത്ര പുതുമ എന്ന് ചോദിക്കാറുണ്ട് അല്ലേ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരു പോയിന്റിൽ നമ്മളുടെ മൈൻഡ് നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്നു എന്നൊരവസ്ഥയിലേക്ക് എത്താറുണ്ട്. അത് പലരും തിരിച്ചറിയുന്നു, മറ്റു പലരും തിരിച്ചറിയാതെ ഒന്നുമില്ല എന്ന് കരുതി മുന്നോട്ട് പോകുന്നു. പക്ഷേ ഈ തിരിച്ചറിയുന്ന, അതെനിക്ക് പ്രശ്നമാകുന്നു എന്ന് മനസ്സിലാക്കി അത് ഷെയർ ചെയ്യുന്ന പല ആളുകളുമുണ്ട്. പലപ്പോഴും ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുകൾ അതിനെ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ സമൂഹത്തിൽ ഇത്രയേറെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതിൻ്റെ ഒരു കാരണമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ദിവ്യ ജോണി എന്ന് പറഞ്ഞ ആ പെൺകുട്ടിയുടെ കഥ ഫ്ലവേഴ്സ് ഒരു കോടിയിൽ വന്നതാണ്. അല്ലാതെ പല സ്റ്റോറീസും ആ കുട്ടിയെ പറ്റി വന്നതാണ്. മനസ്സിലാക്കാൻ ഒരാളുണ്ടായിരുന്നുവെങ്കിൽ പലതും എൻ്റെ ജീവിതത്തിൽ സംഭവിക്കില്ലായിരുന്നു എന്നാണ് ആ കുട്ടി പറഞ്ഞത്. നമ്മൾ പലപ്പോഴും ഇപ്പോൾ നസ്രിയയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ തന്നെ ഇവർക്കൊക്കെ എന്ത് കുഴപ്പമല്ലേ, പൈസയ്ക്ക് പൈസയുണ്ട്, ഫെയിമിന് ഫെയിമുണ്ട്, എന്തിൻ്റെ കുറവാണ്, അഹങ്കാരം, തിന്നിട്ട് എല്ലിൻ്റെ ഇടയിൽ കുത്തിയിട്ട് എന്നൊക്കെ നമ്മൾ വളരെ കൊളോക്കിയലായിട്ട് വളരെ ലാഘവത്തോടു കൂടി സംസാരിച്ചു കളയുമല്ലേ. പക്ഷേ പണത്തിന് മീതെ അല്ലെങ്കിൽ ഫെയിമിനപ്പുറം എല്ലാവർക്കും ഒന്നായിട്ടുള്ള ഒന്നാണ് മനസ്സ്, അതിൻ്റെ ആരോഗ്യം എന്നുള്ളത്. അപ്പോൾ ജീവിതത്തിൽ പല പ്രതിസന്ധികൾ നമുക്കുണ്ടാവും. അത് ഫിനാൻഷ്യലി ആവണമെന്നില്ല. ഒരു പ്രശ്നവും ഉണ്ടാവാതെ തന്നെ നമ്മുടെ മനസ്സ് നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടുപോകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകാറുണ്ട്. അപ്പോൾ അതൊക്കെ അത് അനുഭവിക്കുന്ന ആൾക്ക് മാത്രമേ വ്യക്തമായിട്ട് മനസ്സിലാവുകയുള്ളൂ. അത് ഷെയർ ചെയ്യുമ്പോൾ പറ്റുമെങ്കിൽ അവരുടെ കൂടെ നിൽക്കുക, കുഴപ്പമില്ല, അല്ലെങ്കിൽ അതിനുള്ള മെഡിക്കൽ അസിസ്റ്റൻസ് കൊടുക്കാൻ പറ്റുമെങ്കിൽ കൊടുക്കുക, അല്ലെങ്കിൽ ഒരു മാനസികമായി സപ്പോർട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. അതല്ലാതെ നിനക്ക് ഭ്രാന്താണ്, ഇത് എന്തുവാടേ, ഇപ്പോൾ ഒരു സ്റ്റൈലാണല്ലോ ഡിപ്രഷൻ എന്ന് പറയുന്നത്, അങ്ങനെയൊക്കെ പുച്ഛിച്ച് തള്ളാതെ അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യാതെ കുറ്റപ്പെടുത്താതെ അവരെ ചേർത്ത് പിടിക്കാൻ പറ്റുമെങ്കിൽ അത് ചെയ്യുക എന്നുള്ളതാണ്. ശരീരത്തിന് എങ്ങനെയാണോ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുക, അതേപോലെ തന്നെയാണ് മനസ്സിനുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും. ആ ബുദ്ധിമുട്ടുകൾ ഏറെയും കുറഞ്ഞു ഇരിക്കും. അത് പുറത്തു പറഞ്ഞാൽ എനിക്ക് ഭ്രാന്താണെന്ന് ചിന്തിക്കുമോ, അല്ലെങ്കിൽ എനിക്കെന്തോ കുഴപ്പമുണ്ടെന്ന് സമൂഹം മുദ്ര കുത്തപ്പെടുമോ, ഇങ്ങനെയൊക്കെയുള്ള സ്റ്റിഗ്മാസ് നമ്മുടെ സമൂഹത്തിൽ നിൽക്കുന്നുണ്ട്. അത് നമ്മളായിട്ട് കൊടുക്കുന്നതാണ്. എന്തിനാണ് അതിൻ്റെ ആവശ്യം? കൈക്ക് വേദന വന്നാൽ പറയില്ലേ കൈവേദന ഉണ്ട് എന്ന്, കാലിന് വേദന വന്നാൽ പറയില്ലേ. അതേപോലെ തന്നെയാണ് മനസ്സിനുള്ള പ്രശ്നങ്ങളും. പല ആളുകളും മനസ്സിനുണ്ടാകുന്ന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ മാനസിക ആരോഗ്യത്തിനുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ തുറന്നു പറയാൻ മടിക്കുന്നതും നമ്മളിൽ ചിലരെങ്കിലും അതിനെ ബാഡായിട്ട് വിഷ് ചെയ്യുന്നു, ബാഡായിട്ട് എടുക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിച്ചിത്രയേ ഉള്ളൂ, ശരീരത്തെ പോലെ തന്നെയാണ് നമ്മുടെ മനസ്സ്. ആ മനസ്സിനെയും കേൾക്കാൻ കാണാൻ ആളുകൾ ഉണ്ടാവണം. അതല്ലാത്ത പക്ഷം നമുക്കൊക്കെ ഒരുപാട് കഥകൾ മറ്റുള്ളവരുടെ ഭാഗത്ത് നിന്നും നമുക്കും ഉണ്ടായേക്കാം എന്നുള്ളതാണ്. മനസ്സിൻ്റെ ആരോഗ്യമാണ് നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യവും. അപ്പോൾ മനസ്സ് കൈവിട്ടു പോകുന്നു എന്ന് തോന്നിയാൽ അത് മടിക്കാണ്ട് ഉടൻ തന്നെ മറ്റുള്ളവരുടെ അടുത്ത് ഷെയർ ചെയ്യുക. മറ്റുള്ളവർ എന്ന് ഞാൻ ഉദ്ദേശിച്ചത് നമുക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ആളുകളുടെ അടുത്ത് ഷെയർ ചെയ്യുക. അവർ നമ്മളെ മനസ്സിലാക്കുന്നില്ല എന്നുണ്ടെങ്കിൽ സ്വയം അതിനുള്ള മെഡിക്കൽ അസിസ്റ്റൻസ് തേടുക. അതിൽ യാതൊരുവിധ പ്രശ്നങ്ങളും തോന്നാതിരിക്കുക. ആരെങ്കിലുമൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യാനുണ്ടാവും. ആ ഒരു വിശ്വാസത്തോടെ മുന്നോട്ട് പോവുക.